ടിപ്പുവിൻ്റെ ഇൻവേഷൻ ഒരു കലക്കലുണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യങ്ങളും സംഭവിച്ചു. നല്ല റോഡുകളുണ്ടായി. നമുക്ക് അതിന് മുമ്പ് കാര്യമായ റോഡുകളുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഗതാഗതം ഇല്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ യാത്രകൾ മുഴുവൻ ഈ പറഞ്ഞതുപോലെ നദികളും പുഴകളും കായലുകളും വഴിയായിരുന്നു. PK ബാലകൃഷ്ണൻ നമുക്ക് റോഡുകളേ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മളൊരു പ്രിമിറ്റീവ് ലൈഫാണെന്ന് പറയുന്നത് തെറ്റാണ്. മാത്രമല്ല, ഒരു ആർമിയെ വേണമെന്നുള്ളത് ടിപ്പു സുൽത്താൻ പഠിപ്പിച്ചു. മറ്റേത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളിനോട് വരാൻ പറയുമ്പോൾ, യുദ്ധത്തിന് വരുമ്പോൾ വരാൻ പറയുമ്പോൾ വരിക എന്ന് മാത്രമേ ഉള്ളൂ. നായർ പടയാളി എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് താമസിക്കുന്നതില്ല, അവരവരുടെ വീടുകളിലാണ് താമസിക്കുന്നത്. സമയം വരുമ്പോൾ അവർ വരുന്നേ ഉള്ളൂ. ആ സമ്പ്രദായം ഇനി പാടില്ല എന്ന് ടിപ്പു നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് മാത്രമല്ല, ഈ യുദ്ധം എന്ന് പറയുന്നത് ഈ ധർമ്മയുദ്ധമൊന്നുമല്ല എന്നുള്ളത് അത് നമുക്ക് മാർത്താണ്ഡവർമ്മയാണ് ആദ്യം പഠിപ്പിച്ചത്. മറവപ്പട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂലിക്കായ്ക്ക് പട്ടാളക്കാരെ എടുത്തു. പിന്നെ ഇവിടെ കുതിരപ്പട്ടാളത്തിന് അത്ര കുതിരകൾക്ക് ഇവിടുത്തെ മൺസൂൺ 2 മഴക്കാലം ഉള്ളത് കൊണ്ട് കുതിരകൾക്ക് നല്ല ക്ലൈമറ്റ് അല്ല. പക്ഷെ നമുക്ക് കുതിരപ്പട്ടാളം വേണം എന്നുള്ളത് മാർത്താണ്ഡവർമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ടിപ്പുവിൻ്റെ സംഭവം വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് നടന്ന ഈ ചേരമാൻ പെരുമാൾ മക്കയിൽ പോയി എന്നത് ശരിയാണെങ്കിൽ ആ സംഭവം ഒരു വലിയ എപ്പോക്ക് മേക്കിംഗ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ടുള്ള നിരന്തര യുദ്ധങ്ങളിൽ സാമൂതിരി അടിയറവ് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ട് വേണമെങ്കിൽ പറയാം. കൊച്ചിയിൽ പോർച്ചുഗീസുകാരെ ഒരു കോട്ട കെട്ടിയതിനെ വലിയ സംഭവമായിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അല്ലാതെ തിരുവിതാംകൂർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നെങ്കിൽ എങ്കിലും അത് ഫ്രഞ്ച് ടെറിട്ടറി ആയിട്ട് മാറുമായിരുന്നു. ടിപ്പുവിന് സ്വതന്ത്രമായിട്ടൊന്നും അധികകാലം ഭരിക്കാൻ പറ്റുമായിരുന്നില്ല. ആർക്കും അറിയാത്തൊരു കാര്യമല്ല, നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു അലൈ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ടിപ്പുവിൻ്റെ ആർമി നയിച്ചിരുന്ന ആളുടെ പേര് ലാലി. ഹി വാസ് എ ഫ്രഞ്ച് മുസ്ലിം. അപ്പോൾ ഇത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ വരുമായിരുന്നു. സാറിൻ്റെ അനുസരിച്ച് which is the turning point in Kerala history, like in the sense ഇപ്പോൾ കേരള ഒരു റിഫോംഡ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിന് കൂടുതൽ വാല്യൂ ഉണ്ടെന്ന് പറയുന്നു, സെക്യുലർ ആണെന്ന് പറയുന്നു, ഇതിന് ഒരു ഇപ്പം അൺടച്ചബിലിറ്റി അങ്ങനെയൊക്കെ സ്റ്റീപ്പായിട്ട് നിന്നൊരു കാലമുണ്ട്. അതിൽ നിന്നൊരു ടേണിംഗ് പോയിന്റ് ചിലർ പറയണത് ഒരു സംഭവത്തെ പറ്റി പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നതിനെ മലയാളി മെമ്മോറിയലായിട്ട് EMS നമ്പൂതിരിപ്പാട് കാണുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് ഇന്ദുലേഖയുടെ രചന അദ്ദേഹം കാണുന്നുണ്ട്. ഇന്ദുലേഖയുടെ രചന, അതുപോലെ മലയാളി മെമ്മോറിയൽ, അത് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം മാറുമറയ്ക്കലിനെ കണ്ടില്ല. വാസ്തവത്തിൽ മാറുമറയ്ക്കലും വലിയ സംഭവമല്ലേ 19-ാം നൂറ്റാണ്ടിലെ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഒന്നിലേറെ സംഭവങ്ങളാണ് ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അല്ല, ചിലർ പറയുന്നത് സ്വാമി വിവേകാനന്ദൻ വന്നിട്ട് ഭ്രാന്താലയം എന്ന് പറഞ്ഞു, അതിനുശേഷമാണ് അൺടച്ചബിലിറ്റി മാറിയത്. വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ഈഴവ സമുദായത്തിന് ഒരു സംഘടനാ ബോധം ഉണ്ടാക്കാനായിട്ട് അത് കാരണമായി. ഒന്നാമത് വിവേകാനന്ദൻ അത് പറയുന്നത് ഇവിടെ വെച്ചല്ല, കേരളത്തിൽ വെച്ചല്ല. വിവേകാനന്ദൻ കേരളത്തിൽ വന്നു, പക്ഷെ ഇവിടെ വെച്ചല്ല പറയുന്നത്. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ട് ഞാൻ കാണുന്നത് ഒന്ന് വൈക്കം സത്യാഗ്രഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിട്ട് കാണിക്കുന്നത്. 2 പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിനെ ഞാൻ കാണുന്നു. അതിന് തുടർന്നുണ്ടായ സ്വാതന്ത്ര്യ സമരങ്ങളെ, നിരന്തരമായി നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ ഞാൻ കാണുന്നു. പുന്നപ്ര വയലാറിനെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി കാണുന്നു. അങ്ങനെ ഒരു സംഭവം പറയാൻ പറ്റില്ല. പല സംഭവങ്ങൾ നമ്മളെ സ്വാധീനിക്കും തീർച്ചയായിട്ടും. ചിലപ്പോൾ സ്വാധീനിച്ച സംഭവങ്ങൾ പിന്നീട് അപ്രധാനവും ആവും. ഇപ്പോൾ ഇന്ന് ഇന്ദുലേഖയുടെ രചന എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ടൊരു സംഭവമേ അല്ല. പക്ഷേ അന്ന് മരുമക്കത്തായത്തിന് അവിടെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ അനന്തരവർക്ക് ധൈര്യം കൊടുത്ത ഒരു മാധവനെ സൃഷ്ടിക്കുന്നത് ഇന്ദുലേഖയിൽ കൂടിയാണ്. മരുമക്കത്തായം ഈ
അത്ര മോശം സംഭവമായിരുന്നു, എതിർക്കപ്പെടേണ്ട ഒരു സംഭവമായിരുന്നു? അങ്ങനെയല്ല, ഒരു കാലഘട്ടത്തിൽ മരുമക്കത്തായം നിർദോഷമായിരുന്നിരിക്കാം. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് ആചാരങ്ങളിൽ മാറ്റങ്ങൾ വരണം. ഈ പറയുന്ന പോലെ മരുമക്കത്തായത്തിനകത്തും അറ തുറന്ന് നെല്ലെടുത്ത് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ തറവാട്ടമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ കവിഞ്ഞ സ്വാതന്ത്ര്യമൊന്നുമില്ല. കാരണവർക്കാണ് പിന്നെയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് കാരണവരാണ്. ശരിയാണ്. പക്ഷെ നല്ല റൊമാൻറ്റിക് ആണ്. അതുകൊണ്ടാണല്ലോ എംപയർ ഓഫ് നായേഴ്സ്, ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ നേരത്തെ തെറ്റിച്ച് പറഞ്ഞു, എംപയർ ഓഫ് നായേഴ്സ് എന്നാണ്. എംപയർ ഓഫ് നായേഴ്സിനകത്ത് അതൊരു നല്ല സിറ്റുവേഷനായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അതോടുകൂടി തന്നെ മക്കളെ ശ്രദ്ധിക്കാത്ത അച്ഛന്മാർ വന്നു, ഇല്ലേ? മാത്രമല്ല അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കാരണവന്മാർ വൈകുന്നേരം വീടുകളിൽ കാണുകയില്ല, അവരവരുടെ ഭാര്യാഗ്രഹങ്ങളിൽ പോകും. വീടുകളിൽ അരാജകത്വം ഉണ്ടായി. അപ്പോൾ അവിടെ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ വരും. അപ്പോൾ പല അനാശാസ്യങ്ങളും അവിടെ നടക്കും, പുറത്ത് പറയാൻ കൊള്ളാത്തത്. അത് 20-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും മരുമക്കത്തായം അധപ്പതിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ അധപ്പതിച്ചിരുന്നു. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലെ മരുമക്കത്തായം ഇല്ലാതെയായത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നതിന് മിഷണറിമാർ പങ്കുവച്ചു, ചർച്ച് മിഷൻ സൊസൈറ്റി പങ്കുവച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഉദ്ദേശം വേറെയും ഉദ്ദേശങ്ങളുണ്ട്. ഈ വിക്ടോറിയൻ മൊറാലിറ്റി മാത്രമായിരുന്നില്ല ഉദ്ദേശം. മതപരിവർത്തനം അവർക്കൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സംഭവങ്ങളുടെ പിന്നിലും മറച്ചു വയ്ക്കപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഒരു ചരിത്രകാരൻ ചെയ്യേണ്ടത് ഈ മറച്ചു വയ്ക്കപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ട് ഒരു സത്യസന്ധമായ വിലയിരുത്തലിന് ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ കൊളച്ചൽ യുദ്ധം വളരെ കുറച്ചു മാത്രം പരാമർശിക്കപ്പെട്ടു പോയത്? കുറച്ചു മാത്രം പരാമർശിക്കപ്പെട്ടു പോകാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹിസ്റ്റോറിയൻസ് തന്നെ അത് വേണ്ടതുപോലെ എഴുതിയില്ല. ഈ പറയുന്ന ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ തന്നെ കൊളച്ചൽ യുദ്ധത്തെ പറ്റി എത്രയോ കുറച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കഥകളുണ്ടായിട്ടുണ്ട്. NP ചെല്ലപ്പൻ നായരുടെ കഥയുണ്ട് കൊളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പല ലേഖനങ്ങളും വന്നിരിക്കും, എല്ലാം മലയാളത്തിലൊക്കെയാണ്. അന്ന് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷുകാർ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം ഇംഗ്ലീഷുകാരുടെ ശത്രുക്കളാണ് ഡച്ചുകാർ. അവരാണ് പരാജയപ്പെട്ടത്. അവർ പരാജയപ്പെട്ടതുകൊണ്ട് ഇംഗ്ലീഷുകാരും നല്ല പബ്ലിസിറ്റി കൊടുത്തു, ഫ്രഞ്ചുകാരും കൊടുത്തു. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് സോഴ്സസ് ഉണ്ട്, ഇംഗ്ലീഷ് സോഴ്സസ് ഉണ്ട്. കാര്യമായി ആരായിരുന്നു നമ്മുടെ ഈ ഹിസ്റ്റോറിയൻസിൽ എന്ന് പറഞ്ഞാൽ, ഈ കേരള ചരിത്രം ആദ്യമായിട്ട് വെസ്റ്റേൺ പാശ്ചാത്യ ലോകത്തെ പരിചയപ്പെടുത്തിയത് KM പണിക്കരാണ്. അതിനുവേണ്ടി KP പത്മനാഭമേനോനുണ്ട്. പക്ഷെ പത്മനാഭമേനോൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ ലോകമെമ്പാടും പ്രചരിച്ചില്ല. പക്ഷേ KM പണിക്കരുടെ പുസ്തകങ്ങൾ പ്രചരിച്ചു. അദ്ദേഹം വേണ്ടത് പ്രാധാന്യം കൊടുത്തില്ല കൊളച്ചൽ വാറിനെ പറ്റി. KP പത്മനാഭമേനോനും വേണ്ടത്ര കൊടുക്കുന്നില്ല. അതുകൊണ്ടാവണം. സാറിപ്പം പറഞ്ഞതിൽ ഈ സെലക്ഷൻ പ്രോസസ്സിൽ, അതായത് ഒരു രാജാവിനെ എടുക്കുന്നതിലോ അല്ലെ ഒരു അനുയോജ്യനായ ഒരു പ്രിൻസസിനെ എടുക്കുന്നതിലോ ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷുകാർക്ക് വളരെയധികം ഒരു സ്വാധീനമുള്ളതായിട്ട് പറയുന്നുണ്ട്. ശരിയാണ്. അപ്പം അത് തിരുവിതാംകൂർ അത് ശരിയാണ്. പറയും പോർട്ടുഗീസുകാരുടെ കാലത്ത് അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഒരു ചരിത്രകാരനായ ശിവശങ്കരൻ നായർ പറഞ്ഞതുപോലെ ഈ കച്ചവടം കൊണ്ട് നമ്മൾ നശിക്കുകയാണ് ചെയ്തത്. നമുക്ക് കച്ചവടം ചെയ്യാൻ അറിഞ്ഞുകൂടാ. നമ്മുടെ ഈ കുരുമുളക് എന്ന് പറയുന്നതിന് ഒരു ക്വിൻ്റൽ കുരുമുളക് 500 കിലോ 500 പൗണ്ട് കുരുമുളകിന് ഇവിടെ നമുക്ക് കിട്ടുന്ന പരമാവധി വിലയെന്ന് പറയുന്നത് 46 രൂപ തൊട്ട് 55 രൂപ വരെയാണ്. പക്ഷേ ഈ കുരുമുളകിന് യൂറോപ്പിലെ മാർക്കറ്റിലെത്തുമ്പോൾ അന്നത്തെ വിലയെന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം 8 ഇരട്ടിയാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ കുരുമുളക് അവിടെ ഒരു കപ്പൽ നമുക്കുമുണ്ട്,
നമുക്ക് എന്തുകൊണ്ട് ഇത് വിൽക്കാൻ യൂറോപ്പിലേക്ക് പോകാൻ സാധിച്ചില്ല, യൂറോപ്യൻ മാർക്കറ്റിലേക്ക്? അവർ വരുന്നു, വാങ്ങിക്കുന്നു, അവർ തീരുമാനിക്കുന്ന വിലയ്ക്ക് നമ്മൾ തൊഴുതു വാങ്ങിക്കുന്നു. അവിടെയും മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മ മാവേലിക്കരയിലെ ട്രീറ്റിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, കുരുമുളകിന് നിങ്ങൾ വില തന്നാൽ മാത്രം പോരാ, ഞങ്ങൾക്ക് ആയുധങ്ങളും തരണം. ഞങ്ങൾക്ക് അദ്ദേഹം 55 രൂപ ഫിക്സ് ചെയ്യുന്നതിന് കാരണമുണ്ട്. അന്നൊരു തോക്കിൻ്റെ വില 55 രൂപയാണ്. അപ്പോൾ 1 ക്വിൻ്റൽ കുരുമുളക് കൊടുത്താൽ ഒരു തോക്കെങ്കിലും എൻ്റെ രാജ്യത്തിന് കിട്ടണം. ഇത് മാർത്താണ്ഡവർമ്മയാണ് ആ ഒരു ധൈര്യം കാണിക്കുന്നത്. അപ്പം ഈ കോലത്ത് നാട്ടിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ കോലത്തിരിമാരെ ഇവിടെ ദത്തെടുക്കുന്നതിന് ഉമയമ്മ റാണിയെ ഒരു പക്ഷേ ഇംഗ്ലീഷുകാർ പ്രേരിപ്പിച്ചിരിക്കാം. 5 തെങ്ങിലൊരു കോട്ട കെട്ടാനായിട്ട് ഇംഗ്ലീഷുകാർക്ക് അനുവാദം കൊടുക്കുന്നത് ഉമയമ്മ റാണി ആയിരിക്കും. അവർ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു, ഈ പറയുന്ന യൂറോപ്യൻ ശക്തികൾ. ഇപ്പം കമ്മ്യൂണിക്കേഷൻസ് വളരെ ശക്തമാണ്. ഒരു ഡൽഹിയിൽ നടക്കുന്ന കാര്യം അടുത്ത നിമിഷം നമ്മൾ അറിയുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാലമാണ്. പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളൊരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് അറിയാവുന്ന കാര്യമാണ് നമുക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്നും ഹൈഡ് ചെയ്യാനൊക്കത്തില്ല, മറച്ചു വയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു സൊസൈറ്റി എപ്പോഴും വൈബ്രൻ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഒരു സ്റ്റാഗ്നൻ്റ് സൊസൈറ്റിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. ആ സൊസൈറ്റിയുടെ സ്റ്റാഗ്നൻസിയെ കെട്ടിക്കിടക്കലിനെ ഇല്ലാതാക്കുന്നതിൽ പത്രങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പത്രങ്ങളല്ല, മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ മറുപടികൾ പറയേണ്ടി വരുന്നത്. സത്യത്തിൽ കടക്ക് പുറത്ത് എന്ന് പറയേണ്ടി വരുന്നത് അവർക്ക് ഉള്ളിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ്.